ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ഒരു കോഡ് ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്. യശ്പാൽ കെ ഉപന്യാസോം കാ ക്രം, അതാണ് ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളുടെ ക്രമം, ആദ്യം തൊട്ടിട്ടുള്ള ഉപന്യാസങ്ങളും അതിൻ്റെ വർഷത്തിൻ്റെ ക്രമത്തിനനുസരിച്ചിട്ടാണ് നമ്മളത് ക്രമീകരിച്ചിട്ടുള്ളത്. അതൊരു കോഡ് ക്ലാസ്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം യശ്പാലിൻ്റെ ഉപന്യാസങ്ങൾ ഏതൊക്കെയാണെന്ന്. ദാദാ കാമ്രേഡ് 1941 അതുപോലെ തന്നെ ദേശദ്രോഹി 1943, പിന്നെ ദിവ്യ 1945, പിന്നെ പാർട്ടി കാമ്രേഡ് 1946, അതുപോലെ തന്നെ മനുഷ്യക്ക് രൂപ് 1949, അതുപോലെ അമിത 1956, അടുത്തത് ഝൂട്ട സച്ച് 1958, അടുത്തത് ബാരഹ് ഘണ്ടെ 1962, അടുത്തത് അപ്സര കാ ഷാബ് 1965, അടുത്തത് ക്യോ ഫസെ 1968. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാദാ കമ്രേഡ് 1941 ആണെങ്കിൽ ദേശദ്രോഹി 43, അടുത്തത് ദിവ്യ 1945. അപ്പോൾ ഇത് മൂന്നും ഒറ്റസംഖ്യയുടെ ഒരു ഡിഫറൻസ് ആണ്, ഒറ്റസംഖ്യ പോലെ, അതായത് 41, 1, 3, 5 അങ്ങനെ. അടുത്തത് പാർട്ടി കാമ്രേഡ് 46, ഒരു ഇരട്ടസംഖ്യയാണ് 46. 45 പിന്നെ തൊട്ട് 46, പിന്നെയും ഒരു ഒന്നിടവിട്ടിട്ടുള്ളൊരു ഒറ്റസംഖ്യ 6 കഴിഞ്ഞാൽ പിന്നെ 7 ഇടയിൽ വരേണ്ട 7 ഇല്ല 9. ഇപ്പോൾ 46 കഴിഞ്ഞാൽ 49. പിന്നെ അമിത 56, പിന്നെ ജൂട്ട സച്ച് 58, 2 ഇയറിൻ്റെ ഡിഫറൻസ്. പിന്നെ ബാരഹ് ഘണ്ടെ വരുന്നത് 1962, പിന്നെ അപ്സര വരുന്നത് 1965, പിന്നെ ക്യോംഫസെ വരുന്നത് 1966. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഉപന്യാസ ക്രമങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കതൊരു കോഡ് രൂപത്തിൽ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു എളുപ്പത്തിന് കോഡ് ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ദാദാ കാമ്രേഡിൻ്റെ ദാദ എടുക്കുക. അപ്പോൾ ദാദ ദേശദ്രോഹിയായി, ദിവ്യയുമൊത്ത് പാർട്ടി കാമ്രേഡിൻ്റെ പാർട്ടി എടുത്തിട്ട് പാർട്ടിക്ക് പോയി, പിന്നെ മനുഷ്യക്ക് രൂപിൻ്റെ മനുഷ്യ എടുത്തിട്ട് മനുഷ്യനായി, അമിതയുടെ അമിത ഫുൾ തന്നെ അമിതമായി, ജൂട്ട സച്ചിൽ ജൂട്ടെടുത്തിട്ട് ജൂട്ട് പറഞ്ഞ്, ബാരഹ് ഘണ്ടയിലെ ബാരഹ് എടുത്തിട്ട് ബാരഹ് മണിക്കൂർ, അപ്സര കഷാബിലെ അപ്സര എടുത്തിട്ട് അപ്സര പെൻസിൽ കൊണ്ട് ക്യോം ഫസയുടെ ക്യോം എടുക്കുക, എന്നിട്ട് ക്യോം അല്ലെങ്കിൽ എന്ത് എഴുതുമെന്നുള്ളൊരു മീനിങ്ങിലാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാദ ദേശദ്രോഹിയായി, ദിവ്യയുമൊത്ത് പാർട്ടിക്ക് പോയി മനുഷ്യനായി, അമിതമായി ജൂട്ട് പറഞ്ഞ് അമിതമായി കള്ളം പറഞ്ഞ്, ബാരഹ് മണിക്കൂർ 12 മണിക്കൂർ അപ്സര പെൻസിൽ കൊണ്ട് എന്തെഴുതും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. പല സാഹിത്യകാരന്മാരുടെയും കൃതികൾ കാലക്രമാനുസാർ എന്നുള്ള ഒരു രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സെറ്റ് എക്സാമിന് തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ടൈപ്പാണ് സഹി കാൽക്രം സെ വ്യവസ്ഥിത് കീജിയെ എന്ന് പറഞ്ഞിട്ട്, ജൂട്ട സച്ച്, പ്രേതോർ ഛായ, കുരു സ്വാഹ, ഭാഗ്യവതി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജൂട്ട സച്ചിൻ്റെ ഇയർ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പമാണ് ബാക്കി കണ്ടെത്താൻ. പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് 2023 നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. നിന്നെ ഉപന്യാസവും ആരോഹി ക്രമ്യം ലിഖിയെന്ന് കഴിഞ്ഞിട്ട് നൂതൻ ബ്രഹ്മചാരി, ചന്ദ്രകാന്ത, നിസ്സഹായി ഹിന്ദു, പരീക്ഷാ ഗുരു, അങ്ങനെ ഒരു ടോപ്പിക്ക്. അതുപോലെ തന്നെ പ്രേംചന്ദ് കെ ഇൻ ഉപന്യാസോം കെ രചനാകാൽ കെ ആരോഹി ക്രമ്യം വ്യവസ്ഥിതി കീജിയെ എന്ന് പറഞ്ഞിട്ട് നിർമ്മല, ഗോദാൻ, രംഗഭൂമി, സേവാസദൻ. ഇപ്പോൾ പ്രേംചന്ദിൻ്റെ ഉപന്യാസങ്ങളുടെ ഒരു കോഡ് ക്ലാസ് നമ്മൾ നേരത്തെ എടുത്തിരുന്നു. അങ്ങനെ പല എക്സാമിനും ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഏരിയ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കോഡ് ക്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്കൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ധന്യവാദം.